നമസ്കാരം. ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ സ്വന്തം പാളയത്തിൽ നിന്നും കാലുവാരിയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രചാരണം കൊഴുക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറുടെ കോടിക്കണക്കിന് രൂപ വാങ്ങി അദ്ദേഹത്തെ ചിലർ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ബി.ജെ.പി ജില്ലാ നേതാക്കൾക്കെതിരെ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട്. നൽകിയ പരാതിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ശശി തരൂരുമായി 16,077 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത്. വോട്ടെണ്ണലിൽ പകുതി സമയവും ലീഡ് നിലനിർത്തിയ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പിന്നിലാകുകയായിരുന്നു. ലീഡ് 15,000-ന് മുകളിൽ വന്നിരുന്നു. അതായത് കപ്പിനും ചുണ്ടിനും ഇടയിലായിരുന്നു ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ കാലുവാരിയ വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെ ഇത് പ്രവർത്തകർക്കും കീഴ്ഘടകങ്ങളിലും വൻ ചർച്ചയാവുകയാണ്. തലസ്ഥാനത്ത് ബി.ജെ.പി പ്രവർത്തകർക്കിടയിലെ പരസ്യമായ വൻ ചർച്ച തന്നെയാണിത്. ഇലക്ഷനിൽ ബി.ജെ.പിയുടെ ആവശ്യത്തിന് എത്ര പണം ചോദിച്ചാലും രാജീവ് ചന്ദ്രശേഖർ നൽകിയിരുന്നു. തന്റെ തിരുവനന്തപുരം സീറ്റിൽ കൂടാതെ കേരളത്തിലെ മറ്റു 2 സീറ്റുകളിലും അദ്ദേഹം സാമ്പത്തിക സഹായം കൈയയച്ചു നൽകി. രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയിട്ട് ശശി തരൂരിനെ വിജയിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് തലസ്ഥാനത്ത് ചില ബി.ജെ.പി നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം. ഇവരുടെ പേരുകൾ സഹിതം കേന്ദ്രത്തിൽ നൽകിയ പരാതിയിലുണ്ട്. ഇതേ നേതാക്കൾക്ക് ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിഹാസം കൂടിയായിരുന്നു. സ്ഥാനാർത്ഥി ദൃഷ്ടിയിൽ നിന്നും മാറിയാൽ രാജീവ് ചന്ദ്രശേഖരെ ബഫൂൺ എന്നും പ്രാഞ്ചിയേട്ടൻ എന്നും വരെ വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ ആക്ഷേപിക്കുന്നതും അടക്കം പറച്ചിലുകളിൽ ഉണ്ട്. ഇതിന് പിന്നിലും പ്രബലരായ ചില നേതാക്കളാണ് എന്ന് ചൂട്ടുപിടിച്ചത് എന്നാണ് ഗൗരവം. തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50 കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നുവെന്നും പരാതിയിലുണ്ട്. തന്റെ പണം എടുത്ത് പുട്ടടിച്ചും പോക്കറ്റിലാക്കിയും തനിക്കെതിരെ പ്രവർത്തിച്ചവരെ എല്ലാം രാജീവ് ചന്ദ്രശേഖരന് അറിയാം. മാത്രമല്ല തന്റെ പണം വാങ്ങി താൻ ജയിക്കരുത് എന്നും കേന്ദ്രമന്ത്രിയായാൽ ചിലരുടെ സ്ഥാനം പോകുമെന്നുമുള്ള അജണ്ടകൾ ചിലർ നടപ്പിലാക്കിയെന്നും രാജീവ് ചന്ദ്രശേഖരന് നന്നായിട്ട് അറിയാം. എല്ലാം അറിയുന്ന രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ എല്ലാം അളന്നു കുറിച്ച് വെച്ചിരിക്കുന്നു. ഒന്നും പുറത്ത് പറയുന്നതുമില്ല. എല്ലാം താനായിട്ട് വിവാദമാക്കിയാൽ കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്ക് എതിർപ്പ് വരുമെന്നും തിരുവനന്തപുരത്ത് തുടർ പ്രവർത്തനത്തിന് ഇത്തരക്കാർ പാറവെക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ തോറ്റത് തോറ്റു, പോയ കാശ് പോയത് തന്നെ, ഇനി ആ വഴിക്ക് ചിന്തിക്കാനില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാട്. കേരളത്തിൽ വൻ മുന്നേറ്റവും 19% വോട്ട് വർധനയും ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് അതുണ്ടായില്ല. ഏതാണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 25,000-ഓളം വോട്ട് മാത്രമാണ് ഇത്തവണ അധികമായി നേടുവാൻ കഴിഞ്ഞത്. ഇത്രയും വോട്ട് കൂട്ടുവാൻ വേണ്ടി 50 കോടിയോളം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജില്ലയിൽ ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് ദിവസങ്ങളായപ്പോൾ തന്നെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഇദ്ദേഹം ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം അവസാന ഘട്ടത്തിൽ പി കെ കൃഷ്ണദാസിനെയും സംഘടനാ സെക്രട്ടറിയെയും നേരിട്ട് ഇറക്കിയതിനു ശേഷമാണ് അല്പമെങ്കിലും ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് പോയത്. ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി 18 കോടിയോളം രൂപയാണ് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ കമ്മിറ്റിക്ക് മാത്രമായി കൊടുത്തതെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളിലുണ്ട്. ഇതിനു പുറമെ ഇലക്ഷൻ പ്രവർത്തനത്തിന് ആവശ്യമായ മുഴുവൻ തുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ചെലവഴിച്ചത്. ഒരു വോട്ടിന് 1000-ഉം 2000 രൂപ കൊടുക്കണം എന്നുവരെ പറഞ്ഞ കോടികളാണ് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നും ചില ആളുകൾ വാങ്ങിയതെന്നും പലരും ഇതിലൂടെ കോടീശ്വരന്മാരായെന്നും സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്നു. ന്യൂനപക്ഷ മേഖലയിൽ പന്ന്യൻ രവീന്ദ്രന് വോട്ട് ചെയ്യുവാനും ഭൂരിപക്ഷ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുവാനും വേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും കോടികളാണ് വെട്ടിച്ചത്. പൊഴിയൂർ മുതൽ വള്ളക്കടവ് വരെയുള്ള മേഖലകളിൽ കൊടുക്കുവാനായി നൽകിയ 5 കോടി രൂപയിൽ തുച്ഛമായ തുക മാത്രമാണ് ഈ മേഖലയിൽ പ്രവർത്തനത്തിന് നൽകിയതെന്നും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിൽ ഗുരുതര ആരോപണമുണ്ട്. ഇതിനു പുറമെ കോളനികൾക്ക് കൊടുക്കുവാനായി നൽകിയ 3 കോടിയോളം രൂപയിൽ പകുതിയോളം രൂപ ഇതുമായി മുന്നിൽ നിന്നവർ വെട്ടിച്ചു. പെന്തക്കോസ്ത് സഭകൾക്ക് പണം നൽകുവാൻ വേണ്ടി റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തർ പോയപ്പോൾ അതിനുകൂടി ചുമതലപ്പെടുത്തിയവർ തന്നെ മീഡിയകൾക്ക് ഒറ്റിക്കൊടുത്ത് ചതിച്ചു. രഹസ്യമായി മാത്രം പാർട്ടി സംവിധാനത്തിൽ പണം നൽകിയാൽ മതി എന്ന് പറഞ്ഞ് 5 കോടി വാങ്ങുകയും അത് മുഴുവൻ വെട്ടിക്കുകയും ചെയ്തു. 100ഓളം വോട്ടിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ഒരു നേതാവിന്റെ കയ്യിൽ തീരദേശ മേഖലയിൽ കൊടുക്കുവാൻ എന്ന പേരിൽ 50 ലക്ഷമാണ് വാങ്ങിയത്. വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല പണം നഷ്ടമാവുകയും ചെയ്തു എന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നൽകിയ പരാതിയെ ഉദ്ധരിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഏതാണ്ട് 5000-ഓളം വോട്ടുകൾക്ക് ആണ് പിറകിൽ പോയത്. സംസ്ഥാന ജില്ലാ ഓഫീസുകൾ ഇരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം
തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. അവിടെ പാർട്ടി ദയനീയമായി പുറകിൽ പോയി. തീരദേശ മേഖലയിൽ വരുന്ന ക്ലബ്ബുകൾക്ക് കൊടുക്കുവാൻ വേണ്ടി 10 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഈ തുകയുടെ ഏതാണ്ട് നല്ലൊരു ഭാഗവും കാശുമായി പോയവർ മുക്കി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജേഷ് ഇലക്ഷൻ പ്രവർത്തന വേളയിൽ RSSന്റെ കാര്യകർത്താക്കളുമായി വിഷയമുണ്ടാവുകയും പഴവങ്ങാടി മേഖലയിൽ ജനങ്ങൾ നോക്കി നിൽക്കെ RSSന്റെ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇലക്ഷൻ ഫണ്ട് വെട്ടിപ്പ് നടത്തിയ ശേഷം ഇത്തരക്കാർ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുനില കെട്ടിടങ്ങളും കൺവെൻഷൻ സെന്ററുകൾ, അന്തർ സംസ്ഥാന റൂട്ടിൽ ഓടുന്നതിന് മൾട്ടി ആക്സിൽ ബസ്സുകൾ എന്നിവരും വാങ്ങിച്ചു കൂട്ടുകയാണ്. രാജീവ് ചന്ദ്രശേഖർക്ക് വിജയം എല്ലാ എക്സിറ്റ് പോളിനും ഉണ്ടായിരുന്നു. തൃശൂരിനേക്കാൾ ഗ്യാരണ്ടി ആയിട്ടായിരുന്നു തിരുവനന്തപുരത്തെ വിജയം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. എന്നാൽ അടിവലികളും ചതിയുമായിരുന്നു ഏറ്റവും പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലം നിസാര വോട്ടുകൾക്ക് BJP തോറ്റുപോകാൻ കാരണം. ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ ഇവിടെ വോട്ടെണ്ണിയപ്പോൾ പൊടി പോലും കാണാനില്ലായിരുന്നു. 1.10 ലക്ഷം വോട്ടിന് പന്ന്യൻ തോൽക്കുകയായിരുന്നു. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായാൽ കേരള BJPയിൽ ആരുടെ മോഹങ്ങളാണ് തകരുന്നത് എന്നതാണ്, ആരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് കണ്ടെത്താനുള്ള വഴി. രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകരുത് എന്നത് ചിലർക്ക് നിർബന്ധമായിരുന്നപ്പോൾ നഷ്ടപ്പെടുത്തിയത് ഈസിയായി ജയിക്കാമായിരുന്ന സീറ്റ് കൂടിയാണ്. നന്ദി.